Lord Jesus. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛൻ ഇവിടുന്ന് അൾത്താരയിൽ നിന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്ന ആ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ, ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണങ്ങളും ക്ഷീണങ്ങളും രോഗങ്ങളും രോഗങ്ങളും എടുത്തു മാറ്റി ഉണർവ് നൽകണമേ. ഉണർവ് നൽകണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, അഭിഷേകം ചെയ്യണമേ. ഈ സമൂഹത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഇപ്പോൾ അവിടുന്ന് ഇടപെടണമേ. ക്ഷീണിതരിലേക്ക് അങ്ങനെ ശക്തിയെ നിവേശിപ്പിക്കണമേ. ദുഃഖിതരിലേക്ക് അവിടുന്ന് ഇടപെടണമേ. സങ്കടങ്ങളിലേക്ക് അവിടുന്ന് വരണമേ. മനപ്രയാസങ്ങളിലേക്ക് അവിടുന്ന് നിറയണമേ. ബാലികാ ബാലന്മാരെ അനുഗ്രഹിക്കണമേ. രോഗികളെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല എന്ന് വിശുദ്ധ ലിഖിത പ്രകാരം ഈ കാലഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എന്നെ നിർബന്ധിക്കുകയാണ്. കാരണം അനേകരുടെ ഹൃദയങ്ങളിൽ ഇതാ ലോകം കളകൾ വിതച്ചിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷിതാവായ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവവും നമുക്കായി നൽകിയിട്ടുള്ള പല വാഗ്ദത്തങ്ങളെ കുറിച്ചും ഇന്ന് ദൈവത്തിന്റെ മക്കൾക്ക് ഒരു ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുലിഖിതം കർത്താവ് വളരെ പ്രത്യേകമാം വിധം എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ തിരുലിഖിതം. അവിടെ യേശുക്രിസ്തു പത്രോസ് അപ്പോസ്തലനോട് പറയുന്നൊരു വചനമാണ്. ഞാൻ നിന്നോട് പറയുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അതിന് തൊട്ട് മുമ്പ് യേശുക്രിസ്തു പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകും. ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് തുടർന്ന് പറയുന്നത്, ഈ താക്കോലുകൾ നീ സ്വീകരിച്ചു കഴിയുമ്പോൾ, ഈ സ്വർഗരാജ്യത്തിലെ താക്കോലുകൾ നീ സ്വീകരിച്ചു കഴിയുമ്പോൾ, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭയിൽ കർത്താവ് നൽകിയിട്ടുള്ളൊരു കാര്യമാണ്, ജനങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്ത വിഷയമുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ഈ താക്കോലുകളുടെ അധികാരം ഉപയോഗിച്ച് ആ ബന്ധനം അഴിക്കുക, ആ തിന്മയെ ശാസിക്കുക, ആ അന്ധകാരത്തെ ബന്ധിക്കുക, ആ പരാജയത്തെ ശാസിക്കുക, ആ തടസ്സങ്ങളെ ആട്ടിപ്പായിക്കുക. ഇത് താക്കോലുകളുടെ ഒരു അധികാര ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ദൈവജനത്തിന് മേൽ വ്യാപരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോസ്. അതിരമ്പഴ തന്നെയാണ് വീട്. അതിരമ്പഴയിൽ നിന്ന് കർത്താവ് ഒരു ദാസനെ ഉയർത്തി. എനിക്ക് ഉള്ള പ്രശ്നം എപ്പോഴും ഉറക്കം എന്നുള്ള ഒരു പ്രശ്നമാണ്. ഉറക്കം? അതെ, എപ്പോ ഇരുന്നാലും ഉറങ്ങിപ്പോവും. അതിവിടെ കുറെ പേർക്കുള്ളതാണ്, ധൈര്യം പറഞ്ഞു. പ്രത്യേകിച്ച് ദൈവവചനം കേൾക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഉറക്കം വരുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതിൽ ഏറ്റവും അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം, വാഹനം ഓടിക്കാൻ കയറുമ്പോൾ സ്വല്പം ഓടിച്ചു കഴിയുമ്പോൾ ഉടനെ ഉറക്കം വരിക എന്നുള്ളതാണ്. അതിന്റെ പരിണതഫലമായി ഒരു പ്രാവശ്യം എൻ്റെ വണ്ടി, ഞാൻ ഉറങ്ങിപ്പോയി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ വണ്ടി എന്നൊരു വീടിന്റെ മതിലിന്റെ ഇടിക്കുകയും വണ്ടി മറിഞ്ഞു പോയിട്ടും ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഉറക്കത്തിന്റെ കാഠിന്യം. അങ്ങനെയാണ് ഞാൻ അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കാര്യസ്ഭവനിൽ അഭിഷേകാഗ്നിയിൽ ഞാൻ സംബന്ധിച്ചു. കഴിഞ്ഞ വർഷത്തെ അഭിഷേകാഗ്നിയിൽ ഈ ചേട്ടൻ വന്ന് ഈ ഒരു ദുഃഖഭാരത്തോടെയാണ് പറഞ്ഞത്. ശരിക്കും പ്രാർത്ഥിച്ചു. അപ്പോൾ ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു, വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന്. ഞാനത് മനസ്സുകൊണ്ട് ഞാൻ തന്നെയാണെന്ന് അങ്ങ് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു.
അത് കഴിഞ്ഞ് ഇതുവരെ ആയിട്ട് വാഹനം ഓടിക്കുമ്പോൾ ആ ഉറക്കത്തിന്റെ ഒരു ടെൻഷൻ ഇന്ന് പോലും വരെ ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല. വന്നിട്ടില്ല. Praise the Lord. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കി എത്ര പ്രകടമായ അത്ഭുതമാണ്. അന്ന് ഈ സഹോദരൻ ഈ ഹൃദയഭാരത്തോടെ യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അൾത്താരയിൽ നിന്ന് കർത്താവ് ഒരു വെളിപ്പെടുത്തൽ നൽകി. അത് അനൗൺസ് ചെയ്ത് വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിയെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നു. ആ സെക്കൻഡിൽ ഈ സഹോദരൻ അത് ക്ലെയിം ചെയ്ത് വിശ്വസിച്ച് എന്നിട്ട് പറഞ്ഞു അതെനിക്കുള്ളതാണ്, എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തി. അതോടുകൂടെ ആ ഒരു അവസ്ഥ മാറി പുതിയൊരവസ്ഥയിലേക്ക് യേശു ക്രിസ്തു ഈ എളിയദാസനെ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, വാഹനം ഓടിച്ചിട്ട് അത് ചെന്ന് ഒരു മതിലിന്റെ ഇടിച്ചിട്ടും ഉറക്കം തെളിഞ്ഞില്ല. എന്നിട്ട് വണ്ടി മറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു അനക്കം പോലെ തോന്നി, നമുക്ക് വണ്ടി മറിഞ്ഞു കിടന്നു. എനിക്കൊരു കുഴപ്പവും ഒന്നുമില്ലായിരുന്നു. ദൈവം സംരക്ഷിച്ചു. അത് മാലാഖമാരയച്ച് ദൈവം സംരക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. വലിയ അനുഗ്രഹം കർത്താവ് ഈ ദാസന് വേണ്ടി ചൊരിഞ്ഞു. നമ്മളെല്ലാവരും എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കാൻ ഒരു നിസ്സാര സംഗതിയല്ല ഇത്. ഇത് മാത്രമല്ല, ഇത് നിങ്ങൾ ആത്മാർത്ഥമായി കൈയടിച്ചാൽ നിങ്ങളുടെ ഉറക്കം പോയി കിട്ടിക്കോളും. പോരാ 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 പോരാ. ഹല്ലേലൂയ. 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 നമുക്ക് ശാന്തമായി ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് കർത്താവ് തൻ്റെ ആത്മാവിനെ അയച്ച് നമ്മളെ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാലങ്ങളായുള്ള ഒരുപാട് തടസ്സങ്ങളെയും തിന്മകളെയും ശാസിക്കാനും ആട്ടിപ്പായിക്കാനും നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. യെശയ്യായുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിലെ 22-ാമത്തെ തിരുലിഖിതം, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ഒരു ആത്മീയ അധികാരത്തെ അറിഞ്ഞ് ഈ ആത്മീയ അധികാരം ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ ജനങ്ങൾ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ട് പല പീഡകളിൽ നിന്ന് കർത്താവ് അവർക്ക് വിടുതൽ കൊടുക്കും. അച്ഛൻ ഫോർട്ട് കൊച്ചിയിൽ പള്ളുരുത്തി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കൺവെൻഷൻ പോയി. അപ്പോൾ ഒരു കുടുംബത്തിൽ കുറേ കാലമായ ഒരു നീറുന്ന പ്രശ്നം, പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല, ഒരുപാട് കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മാറുന്നില്ല, മുട്ടുകുത്തി മാറുന്നില്ല, കൈകൾ വിരിച്ചു മാറുന്നില്ല, അങ്ങനെ എത്ര ചെയ്തിട്ട് മാറാത്തൊരു പ്രശ്നമായിട്ട് ഇരിക്കുമ്പോൾ ഇത് അട്ടപ്പാടിയിലേക്ക് ആ കുടുംബം വന്നു. അവരുടെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റാണി അഗസ്റ്റിൻ, ചുള്ളിക്കലിടവയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൻ്റെ ആവശ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അവന് UK-യിൽ BSc നേഴ്സിങ്ങിന് പഠനത്തിനായി പോയതായിരുന്നു. അവൻ്റെ വിസയുടെ കാലാവധി തീരുകയും ഡിസംബർ 1-ാം തീയതി 2011 ഡിസംബർ 1-ാം തീയതി തിരിച്ചു പോരുകയും ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അവൻ എന്നോട് സങ്കടപ്പെട്ട് പറയുകയും ഞാൻ ആ നവംബർ ആദ്യത്തെ ആഴ്ച അട്ടപ്പാടിയിൽ ചെല്ലുകയും അവിടുത്തെ പ്രാർത്ഥനയിലും ആരാധനയിലും വിശുദ്ധ കുർബാനയിലേക്ക് സംബന്ധിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കാരുണ്യവാനായ ഈശോയെ, നിനക്ക് മനസ്സാകുമെങ്കിൽ ഈ 30-ാം തീയതിക്കുള്ളിൽ എൻ്റെ മോൻ്റെ വിസ അടിച്ചു വരണമേ എന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരിട്ടുള്ള പ്രാർത്ഥന ദൈവം സ്വീകരിച്ച് നവംബർ 30-ാം തീയതി രാത്രി 11:45 അവൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് 27 പിള്ളേരിൽ ഇവന് മാത്രം വിസ അടിച്ചു വന്നേക്കണമെന്ന് പറഞ്ഞു. 27 പേര് ആ കുട്ടിക്ക് മാത്രം അന്ന് അങ്ങോട്ട് വിസ അടിച്ചു കൊടുത്ത്. ഈ അമ്മ ഹൃദയം നുറുങ്ങി ഒറ്റ പ്രാർത്ഥനയാണ്, ഈ 30-ാം തീയതിക്കുള്ളിൽ എൻ്റെ മകന് വിസ അടിച്ചു തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ 30-ാം തീയതി അങ്ങോട്ട് അടിച്ചു കൊടുത്ത്. 12 മണി, ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 12 മണിയാവും, ദിവസം മാറും. 11:45 മണിക്ക് ആ വിസ അടിച്ചു കൊടുത്ത്. ഭയങ്കര സംഭവം. പ്രൈസ് ദി ലോർഡ്. ഈ അമ്മയുടെ പ്രാർത്ഥന കേട്ട് ആ കുട്ടി പറയാ, അവർ 27 പേരാണ് ആ ടീം, അതിൽ ഒരാൾക്ക് മാത്രം അന്ന് രാത്രി അങ്ങോട്ട് വിസ കിട്ടി. പിറ്റേ ദിവസം 1-ാം തീയതി, അതായത് അവിടെ വിസ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഡേറ്റിന്റെ അവസാനത്തെ ഒരു അരമണിക്കൂർ തീരുന്ന ആ സമയത്താണ് അടിച്ചങ്ങോട്ട് കൊടുക്കുന്നത്.
ഈ അമ്മയുടെ പ്രാർത്ഥന വെറുതെ പോയില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ട് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാൾ അച്ഛൻ ഓസ്ട്രേലിയയിലെ ഒരു കൺവെൻഷന് വേണ്ടി മെൽബണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പൗരോഹിത്യ അഭിഷേകം നൽകി വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങയുടെ പ്രിയപ്പെട്ട ദൈവജനത്തിന്റെ അടുത്തേക്ക് അങ്ങ് അയക്കുകയാണ്. ഞാൻ എന്താണ് ദൈവജനത്തിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്? അപ്പോഴാണ് കർത്താവ് ഫ്ലൈറ്റിൽ വെച്ച് ഒരു വലിയ വെളിപ്പെടുത്തൽ എനിക്ക് നൽകി. പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച കർത്താവ് നൽകി. അതാണ് യെശയ്യായുടെ പുസ്തകം 42-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ. ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ തടവറയിൽ നിന്നും കാരാഗൃഹത്തിൽ ഇരിക്കുന്നവർ ഇരുട്ടറയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എന്റെ നാമം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭയിൽ കർത്താവ് നൽകിയുള്ള ഒരു ദൗത്യമാണ് ഓരോ തരത്തിൽ മനപ്രയാസപ്പെട്ട് കണ്ണുനീരിൽ അങ്ങനെ മൂടപ്പെട്ട് ജീവിതം വലയം ചെയ്യപ്പെട്ട് പുറത്തേക്ക് പോകാനൊരു വഴിയില്ലാതെ ക്ലേശിക്കുന്ന കുടുംബങ്ങളുടെ ആ തകർച്ചകളിലേക്ക് യേശുവിനെ നാമം അയച്ച് പ്രാർത്ഥിക്കുക. മുമ്പ് പറഞ്ഞ ഞാൻ ചേച്ചിയുടെ അനുഭവം ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ ആരും സഹായിക്കാനില്ല, നിയമവഴികളെല്ലാം അടഞ്ഞു, ആരും എവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലിരിക്കുമ്പോൾ ഈ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ ഈ അട്ടപ്പാടിയിൽ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് കൈകൾ നീട്ടിട്ട് ആശീർവാദം കൊടുത്ത് വെഞ്ചിരിച്ച് കുരിശിന്റെ അടയാളത്തിൽ ആശീർവദിച്ച് ജനങ്ങളെ ബാധിക്കുന്ന പീഡകളും പീഡകളും ബാധകളും ഭൂതങ്ങളും തിന്മകളും അന്ധകാരങ്ങളും തടസ്സങ്ങളും മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ ആജ്ഞ, ഒരു കൽപ്പന അങ്ങോട്ട് കൊടുത്തു. ജനങ്ങളുടെ മേൽ ഒരുപാട് തിന്മകളുടെ കെട്ടുകൾ അഴിഞ്ഞു. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ഇതേപോലെ പ്രാർത്ഥിക്കുമ്പോൾ യേശുവാണ് സൗഖ്യം നൽകുന്നത്. ഇപ്പൊ ഉടനെ തന്നെ നമ്മൾ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോകുന്ന ഉടനെ തന്നെ അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. ഇപ്പോൾ ഒരു അനുഭവം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി ഒരു വൈദികൻ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെടും. അതിരമ്പുഴയിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യത്തിൽ ടോർച്ച് അടിക്കുന്നുള്ള അനുഭവം ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ചെന്നു. ആ വ്യക്തി ക്ഷണനേരം കൊണ്ട് സൗഖ്യം പ്രാപിച്ചു. ഒരു വ്യക്തിയുടെ അനുഭവം കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, കർത്താവിന്റെ വചനത്തിന്റെ ചുരുളുകൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ലൈല, കുറുപ്പന്തര മണ്ണാറപ്പാറയിൽ നിന്നും വരുന്നു. മണ്ണാർപ്പാറ നമ്മുടെ സ്വന്തം രാജ്യമാണത്. പറഞ്ഞോളൂ. 4-5 വർഷം മുമ്പ് എൻ്റെ വലത് കണ്ണിൽ ഒരു കമ്പടിച്ചുകൊണ്ട് മുറിവുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. ഓയിൽമെൻറ്റും മരുന്നൊക്കെ തന്നെങ്കിലും യാതൊരു കുറവുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ വർഷം കാരീസ് ഭവനിൽ അഭിഷേകാഗ്നിയിൽ സംബന്ധിക്കുകയും ആ പ്രാർത്ഥനയിൽ ആരാധനയുടെ സമയം അതുപോലെ തന്നെ കണ്ണിൽ കണ്ണുനീരില്ലായിരുന്നു, കണ്ണ് ഡ്രൈ ആയിരുന്നു. കണ്ണുനീരില്ല, വരിയല്ല, ഇല്ല. കണ്ണടയ്ക്കാനും തുറക്കാനും ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ണ് തുറക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു കണ്ണിന്, വലത് കണ്ണ്. അത് കഴിഞ്ഞ് അഭിഷേകാഗ്നിയിൽ പോയി കണ്ണ് മൂടി പിടിച്ചു. കഴിഞ്ഞ വർഷം കാരീസ് ഭവനിൽ അഭിഷേകാഗ്നി കൺവെൻഷന് വരുമ്പോൾ ഇതേ ഒരു വേദനയോടുകൂടിയാണ്. കണ്ണടയ്ക്കാൻ ശരിക്കും പറ്റില്ല, വേദനയുണ്ട്, കണ്ണുനീർ എന്ത് ചെയ്താൽ വരില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു വന്നത്. എന്നിട്ട് അൾത്താരയിലേക്ക് നോക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു, കണ്ണ് മൂടി പിടിച്ചിരിക്കുകയായിരുന്നു. ആരാധനയുടെ സമയത്ത് ഞാൻ എൻ്റെ കണ്ണിൽ നിന്നിലോട്ട് അൾത്താരയിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന പോലെ ആരാധനയുടെ സമയത്ത് ഈശോയെ അൾത്താരയിൽ എഴുന്നള്ളിച്ച് വെച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തി യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധനയുടെ സമയത്ത്
ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് ഈ സഹോദരിയുടെ കണ്ണുകളിലേക്ക് ടോർച്ച് അടിക്കുന്നത് പോലെ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം ഉണ്ടായി. എന്നിട്ട് അതിൽ പിന്നെ ഇപ്പൊ ഇതുവരെ ഒരു വേദനയും ഇല്ല, കണ്ണിന് കണ്ണിൽ നിന്ന് കണ്ണുനീരും വരുന്നുണ്ട്. ആ ഒരു സമയം, ആ ഒരു അനുഭവം, കണ്ണിലേക്ക് അൾത്താര ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നത് പോലെ അനുഭവം ഉണ്ടായി. ആ സമയം തൊട്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി, കണ്ണിന്റെ വേദന മാറി, കണ്ണ് സാധാരണ പോലെ അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന വിധം വലത് കണ്ണ് സൗഖ്യം പ്രാപിച്ച് ഇടത്തോട് വലത്തോട് നന്നായിട്ട് നാടി നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. അവിടുന്ന് നല്ലവനാണല്ലോ, കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അധ്യക്ഷനായുള്ള ഒരു സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. അട്ടപ്പാടിയിൽ നിന്നുള്ള ഞങ്ങളുടെ ടീം അംഗങ്ങളും ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛനും ആന്റണി അച്ഛനും സാംസൺ അച്ഛനും സാനീൽ അച്ഛനും മറ്റച്ഛന്മാരും ശുശ്രൂഷകരും പങ്കെടുക്കാനായി കർത്താവ് പ്രത്യേകം കൊണ്ടുവന്ന ദൈവജനം മുഴുവനും ഈ ഒരു സമൂഹത്തിൽ കർത്താവാണ് ഇതിൻ്റെ രാജാവായി നിലകൊള്ളുന്നത്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഈ സമൂഹത്തിൽ ഓരോ മനോവേദനകൾ ഇരിക്കുന്നവരെ, ഓരോ പ്രയാസങ്ങൾ ഇരിക്കുന്നവരെ, ഓരോ കണ്ണുനീരിലിരിക്കുന്നവരെ ഇപ്പോൾ തന്നെ കർത്താവ് വിടുവിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. നിങ്ങൾ എത്രമാത്രം സ്വരം കൊണ്ട് അത്രയും ഉച്ചത്തിൽ വെറുതെ അലസമായി ചെയ്യരുത്. നന്നായിട്ട് ഉച്ചത്തിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുക: രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, എളിയവരായ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ അന്ധകാരങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ. കാലങ്ങളായി കുടുംബങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരദൃഷ്ടങ്ങളും യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 രോഗികളുടെ രോഗാവസ്ഥയിലേക്ക് ഇപ്പോൾ എഴുന്നള്ളി വരണമേ. കണ്ണുനീരിലിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും അവിടുന്ന് നിറയണമേ. കടബാധ്യതകളും ജോലി തടസ്സങ്ങളും ഏറ്റെടുക്കുന്ന യേശുവേ ഇപ്പോൾ ഇടപെടണമേ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഒരു 10-200 പേർക്ക് കേൾക്കാവുന്ന അത്ര ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഓ പിതാവേ, പുത്രനായ യേശുവിനെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. കാലങ്ങളായ തടസ്സങ്ങളും തിന്മകളും ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുമാറി പോട്ടെ. ആരാധന, ആരാധന, ആരാധന. രോഗങ്ങളെ ശാസിക്കുന്നു. മാരക വ്യാധികളും തീരാവ്യാധികളും ചികിത്സ ഫലിക്കാത്ത രോഗങ്ങളും എല്ലാ തരത്തിലുള്ള രോഗത്തിന്റെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ ഛിന്നഭിന്നമാകട്ടെ. ആരാധന. ബാലികാ ബാലന്മാരെയും യുവതി യുവാക്കന്മാരെയും ശല്യം ചെയ്യുന്ന പഠനത്തിനുള്ള തടസ്സം, പ്രാർത്ഥനയ്ക്കുള്ള തടസ്സം, അനുസരിക്കാൻ തടസ്സം, സ്നേഹിക്കാൻ തടസ്സം യേശുനാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ബാലികാ ബാലന്മാരിൽ നിന്ന് വിട്ടുമാറി പോട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, ഈ ദൈവമക്കൾക്കെതിരെയുള്ള എല്ലാ മന്ത്രവാദങ്ങളെയും ശുദ്രപ്രയോഗങ്ങളെയും എതിർ പ്രാർത്ഥനകളെയും എതിർ പൂജകളെയും എതിർ ക്രിയകളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറി പോവുക. ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിന് മേൽ പരിശുദ്ധാത്മാവിന് നവ്യമായ ഒരു അഭിഷേകം നിറയട്ടെ. ഓരോ ദാസിദാസന്മാരുടെ മേലും ഓരോ കുടുംബങ്ങളുടെ മേലും ഓരോ വംശങ്ങളുടെ മേലും ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നവ്യമായ ഒരു അഭിഷേകത്താൽ യേശുവെ പൊതിയണമേ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 കണ്ണുനീര് ഒപ്പിയെടുക്കണമേ. ഹൃദയവേദനകൾ ഒപ്പിയെടുക്കണമേ. സ്പോഞ്ച് വെള്ളത്തെ ഒപ്പിയെടുക്കുന്നത് പോലെ ഓരോ ഹൃദയത്തിലെ ക്ഷതങ്ങളും മുറിവുകളും വ്രതങ്ങളും ഒപ്പിയെടുക്കണമേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ആരാധന, ആരാധന, ആരാധന.
യേശു ക്രിസ്തുവിന്റെ അത്ഭുതമായ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുറച്ചുകൂടെ ഉറക്കെ പറയാ, ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. Hallelujah, Maranatha. Come, Lord Jesus. തിരൂപനേശുവേ കാത്തിരിപ്പൂ നിന്നെ ഞാൻ, നീ വരേണേ മാനസേ ജീവിതം ധന്യമാക്കുവാൻ ആത്മാവിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. എല്ലാ ദൈവമക്കളും മുട്ടുകുത്തി നിന്ന് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയം കുടുംബത്തിൻ്റെയും സ്ഥാപനങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിലെല്ലാം കർത്താവും അധിപതിയുമായി യേശുവിനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുകയാണ്. യേശുവിനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നിടത്ത് സാത്താൻ അലറിക്കൊണ്ട് ഓടി മറയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് യേശുവിനെ ഉറക്കെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, ദൈവമേ, പിതാവേ, നീ എന്നും മതിയായവൻ. ഹൃദയം നുറുങ്ങി വിളിക്കുന്നു. യേശുവേ, യേശുവേ, ദൈവമേ, യേശുവേ. നീ എന്നും മതിയായവൻ. കുട്ടികളും മുതിർന്നവരും ചേർന്ന് ഉറക്കെ വിളിക്കുന്നു. യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ. Come, Lord Jesus.